ഓം ശാന്തി. രാജയോഗ ശിബിരം തീർത്ഥയാത്ര തുടരുകയാണ്. ഇന്ന് നമ്മൾ ത്രിമൂർത്തികളെക്കുറിച്ച് പഠിക്കുകയാണ്. ശിവൻ തൻ്റെ സതോ ഗുണത്തിലൂടെ വിഷ്ണുവിനെയും, രജോ ഗുണത്തിലൂടെ ബ്രഹ്മാവിനെയും, തമോ ഗുണത്തിലൂടെ ശങ്കരനെയും സൃഷ്ടിച്ച് സൃഷ്ടി സ്ഥിതി സംഹാരം നടത്തുന്നു എന്ന് നമ്മൾ പുരാണങ്ങളിൽ വായിച്ചിട്ടുണ്ട്. സത്യത്തിൽ നിരാകാരിയായിരിക്കുന്ന പരംപിത ശിവപരമാത്മ ബ്രഹ്മാവിലൂടെ തന്നെയാണ് സൃഷ്ടികർത്തവ്യം ചെയ്യുന്നത്. ഭഗവാൻ സൃഷ്ടി നടത്തുന്നത് എന്തിനെയാണ്? സൃഷ്ടിക്കപ്പെടുന്ന ഏതൊന്നിനും 3 അവസ്ഥകളിലൂടെ കടന്നു പോകണം. സതോ, രജോ, തമോ സ്റ്റേജുകളിലൂടെ. എന്തൊന്ന് സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടോ അതിന് ഒരു വിനാശവും അഥവാ ഒരു നാശവും ഉണ്ടായിരിക്കും, അഥവാ സംഹാരം ഉണ്ടായിരിക്കും. സൃഷ്ടിക്കപ്പെടുന്ന സമയം സതോ സ്റ്റേജിലും അതിൻ്റെ അന്തിമത്തിൽ സംഹരിക്കേണ്ട സമയം എത്തുമ്പോഴേക്കും അത് തമോ സ്റ്റേജിലും എത്തിച്ചേർന്നിരിക്കും. പ്രപഞ്ചവും അങ്ങനെ തന്നെ. അതിൻ്റെ കാലചക്രം തിരിയുന്നതനുസരിച്ച് എപ്പോൾ സതോ സ്റ്റേജിൽ നിന്ന് തമോ സ്റ്റേജിലേക്ക് എത്തിച്ചേരുന്നോ ആ സമയത്ത് കാലം കലിയുഗാകുകയും ഈ സൃഷ്ടി വീണ്ടും അതിൻ്റെ സതോ അവസ്ഥയിലേക്ക് അഥവാ സത്യുഗീയ അവസ്ഥയിലേക്ക് തിരികെ പോവുകയും ചെയ്യുന്ന ഒരു സ്റ്റേജ് എത്തിച്ചേരും. അപ്പോൾ കലിയുഗത്തിൽ നിന്ന് സത്യുഗത്തിലേക്കുള്ള പരിവർത്തനത്തിൻ്റെ ആ ഒരു സമയം, അവിടെയാണ് സംഹാരം അഥവാ ശങ്കരൻ്റെ റോള് നടക്കുന്നത്. അപ്പോൾ ആ സംഹാരത്തിന് മുന്ന് എന്താണോ കൊണ്ടുവരേണ്ടത് അതിനെ സൃഷ്ടിക്കേണ്ടിയിരിക്കുന്നു. ഈ വലിയ കാലചക്രത്തിൻ്റെ തിരിച്ചിലിൻ്റെ ചെറിയൊരു സാമ്പിൾ ദിവസവും നമ്മൾ കാണുന്നുണ്ട്. ഓരോ ദിവസവും 24 മണിക്കൂർ എന്ന് പറയുന്നത് കാലചക്രത്തിൻ്റെ വലിയ തിരിച്ചിലിൻ്റെ ഒരു ചെറിയ സാമ്പിളാണ് ഓരോ ദിവസവും എന്ന് പറയുന്നത്. ഒരു ദിവസവും 24 മണിക്കൂറിൻ്റെ ഒരു കറക്കമാണ്. ഇതിലും സതോ, രജോ, തമോ സ്റ്റേജുകളിലൂടെ നമ്മൾ കടന്നു പോകുന്നു. സതോ പ്രധാന സ്റ്റേജ് എന്ന് പറയുന്നത് ഒരു പ്രഭാതം. നമ്മൾ ടോട്ടൽ ഫ്രഷ് ആയിരിക്കും, എന്തും ചെയ്യാൻ ഉത്സാഹഭരിതരായിരിക്കും, ഫുൾ എനർജറ്റിക് ആയിരിക്കും. അത് ഉച്ചയാവുമ്പോഴേക്കും കർമ്മങ്ങളൊക്കെ നമ്മൾ ചെയ്തു. ആ കർമ്മങ്ങളൊക്കെ ചെയ്ത് കുറച്ച് ക്ഷീണമൊക്കെ നമ്മളെ ബാധിക്കാൻ തുടങ്ങി. നമ്മൾ റിഫ്രഷ്മെൻറ്റിലൂടെ വീണ്ടും ഫ്രഷായി. രാത്രി ആവുമ്പോഴേക്കും നമ്മൾ പൂർണ്ണമായി ക്ഷീണിച്ച് കഴിയും. അപ്പോൾ തമോ സ്റ്റേജായി. അവിടെ നമ്മൾ ചെയ്യുക അന്നത്തെ കാര്യങ്ങളൊക്കെ വൈൻഡപ്പ് ചെയ്തു ഉറങ്ങും. വീണ്ടും പ്രഭാതം ഉറക്കമുണരുമ്പോൾ ഒരു പുതിയ തുടക്കമാണ്, അഥവാ പുതിയൊരു ദിവസത്തിൻ്റെ ആരംഭമാണ്. അഥവാ ഒരാൾ പ്രഭാതത്തിൽ 8 മണിയായിട്ടും കിടന്ന് ഉറങ്ങുകയാണെങ്കിൽ നമ്മൾ ചോദിക്കുക, എന്താ ഉറങ്ങിക്കോട്ടെ എന്ന് പറയുമോ? ഇല്ല. ഇന്ന് എന്താ രാവിലെ ആരും എഴുന്നേൽക്കുന്നില്ലേ? ഇന്ന് രാവിലെ ജോലിക്ക് പോകണ്ടേ, അല്ലെങ്കിൽ സ്കൂളിൽ പോകണ്ടേ? പ്രഭാതത്തിൻ്റെ സമയം എഴുന്നേൽക്കുക, കർമ്മം ചെയ്യുക എന്നുള്ളതാണ്. ഉച്ചയായി 12:30, 1 മണി, 2 മണിയായിട്ടും നമുക്ക് ആഹാരത്തിനെക്കുറിച്ച് യാതൊരാരും പറയുന്നില്ല വെച്ചാൽ നമ്മളെന്താ പറയുക? ഉച്ചയായല്ലോ, ഇന്നെന്താ അന്നൊന്നുമില്ലേ, ഭോജനമൊന്നുമില്ലേ? കാരണം ഉച്ച സമയം എന്ന് വെച്ചാൽ ആഹാരം കഴിക്കുക എന്നുള്ളത് ഈ പ്രകൃതിയുടെ ഒരു സമയമാണ്, സമയാനുസാരമുള്ളൊരു കർമ്മമാണ്. രാത്രിയായി 11 മണിയായി, 12 മണിയായി, ഉറങ്ങുന്നേയില്ല, വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ നമ്മുടെ കൂടെ അച്ഛനോ അമ്മയോ ആരാ നമ്മുടെ കൂടെയുള്ളവരെന്ന് നമ്മളോട് പറയുക, ഇതെന്താ രാത്രിയായില്ലേ, ഉറങ്ങേണ്ട സമയമായില്ലേ, ഇന്ന് ഉറങ്ങിയിട്ട് നാളെ ചെയ്താൽ പോരെ? അപ്പോൾ രാത്രിയാകുമ്പോൾ ഉറങ്ങുക എന്നുള്ളത് ആ സമയത്തിൻ്റെ ആവശ്യകതയാണ്. പ്രഭാതമാകുമ്പോൾ എഴുന്നേൽക്കുക, ഊർജ്ജസ്വലരാകുക, കർമ്മങ്ങൾ ചെയ്യുന്ന സമയത്തിൻ്റെ ആവശ്യകതയാണ്. ഉച്ചയാകുമ്പോൾ ആഹാരം കഴിക്കുക സമയത്തിൻ്റെ ആവശ്യകതയാണ്. നമ്മുടെ ശരീരത്തിനും ആവശ്യമാണ്. അതേപോലെ തന്നെ ഈ സൃഷ്ടിയിലും എപ്പോഴൊക്കെയാണോ തമോ പ്രധാന അവസ്ഥ എത്തുന്നത് ആ സമയത്ത് വീണ്ടും ഈ സൃഷ്ടിയെ സതോപ്രധാനമാക്കുക എന്നുള്ളത് സമയത്തിൻ്റെ ഒരാവശ്യകതയാണ്. അപ്പോൾ തമോ പ്രധാനിൽ നിന്നും സതോപ്രധാനായി മാറേണ്ടത് ആരാണ്? ഈ സൃഷ്ടിയാണോ? ഈ സൃഷ്ടിയെ ഇതുപോലെ തമോപ്രധാനാക്കിയതും നമ്മൾ തന്നെയാണ്. കാരണം പ്രപഞ്ചം എന്ന് പറയുന്നത് നമ്മൾ ആത്മാക്കളുടെ ഗുണത്തിൻ്റെ ഒരു പ്രതിഫലനം മാത്രമേ ഉള്ളൂ. അപ്പോൾ മാറ്റം വരുത്തേണ്ടത് അഥവാ സ്ഥാപനം നടത്തേണ്ടത് നമ്മൾ ആത്മാക്കളുടെ ഉള്ളിലാണ്. അപ്പോൾ എപ്പോഴൊക്കെ സൃഷ്ടി ഇതുപോലെ കലിയുഗം എന്ന് പറയുന്ന തമോപ്രധാന സ്റ്റേജിലേക്ക് എത്തുന്നോ അപ്പോഴൊക്കെ തന്നെ വീണ്ടും നമ്മുടെ സ്വഭാവങ്ങളിൽ പരിവർത്തനം കൊണ്ടുവരുവാൻ, അഥവാ നമുക്ക് പുതിയൊരു കാഴ്ചപ്പാടോടെ പുതിയൊരു ജീവിതശൈലി വാർത്തെടുക്കാൻ വേണ്ടി ഭഗവാൻ തൻ്റെ കർത്തവ്യം ചെയ്യുന്നു. അതിനുവേണ്ടി ആരെയാണോ ഭഗവാൻ നിമിത്തമാക്കി എടുക്കുന്നത് ആ ശരീരത്തിന് ഭഗവാൻ നൽകുന്ന പേരാണ് പ്രജാപിത ബ്രഹ്മാവ് എന്ന്. അപ്പോൾ എപ്പോഴൊക്കെ നമുക്ക് ഈ നമ്മളുടെ സ്വഭാവം ഈ രീതിയിലാകുന്നു, അഥവാ തമോ ഗുണങ്ങൾക്ക് പ്രധാനമായിരിക്കുന്ന കലിയുഗീയ സ്വഭാവമായി മാറുന്നു, അപ്പോൾ വീണ്ടും സതോ പ്രധാന
സ്വഭാവം അഥവാ സതോ ഗുണ പ്രധാന സ്വഭാവം ഉണ്ടാക്കാൻ വേണ്ടി പുതിയ ജ്ഞാനങ്ങളും പുതിയ രഹസ്യങ്ങളും നമ്മളെ പഠിപ്പിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ നിരാകാരിയായ ഭഗവാനും ഈ സൃഷ്ടിയിൽ സ്ഥൂലമായി യാതൊന്നും സൃഷ്ടിക്കുന്നില്ല ഭഗവാൻ, അതെല്ലാം ഓട്ടോമാറ്റിക്കലി സൃഷ്ടിക്കപ്പെടും. പക്ഷേ മനുഷ്യ മനസ്സുകളുടെ ഉള്ളിൽ ധർമ്മവും ഗുണങ്ങളും വീണ്ടും പുനഃസ്ഥാപിക്കുക എന്നുള്ള വിശിഷ്ടമായ കർത്തവ്യം അതൊരു മനുഷ്യന് സാധ്യമല്ല, ഒരു വ്യക്തിക്ക് സാധ്യമല്ല. അത് ഈശ്വരനായിരിക്കുന്ന നിരാകാരി പരംപിത പരമാത്മാവിന് മാത്രമേ സാധിക്കൂ. അതിനുവേണ്ടി ഭഗവാൻ ഒരു സാകാര മാധ്യമത്തിലൂടെ വന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈശ്വരനെക്കുറിച്ച് നമ്മൾ ദിവസവും പഠിക്കുകയും നമ്മളെക്കുറിച്ചും ഈശ്വരനെക്കുറിച്ചും പ്രകൃതിയെക്കുറിച്ചും പ്രപഞ്ചത്തെക്കുറിച്ചും പൂർണ്ണമായി ദിവസവും നമ്മൾ പഠിക്കുന്ന സമയം, ദിവസവും കേൾക്കുന്ന കാര്യം, ദിവസവും കാണുന്ന കാര്യം നമ്മൾ അറിയാതെ നമ്മുടെ ഉപബോധ മനസ്സിലേക്ക് കയറുകയും ഉപബോധ മനസ്സെപ്പോൾ ഈ പ്രപഞ്ച സത്യങ്ങൾ കൊണ്ടും ഗുണങ്ങൾ കൊണ്ടും നിറയുന്നോ നമ്മുടെ സ്വഭാവം നമ്മളിൽ ഉറങ്ങിക്കിടക്കുന്ന ദിവ്യഗുണങ്ങൾക്ക് ആധാരമായ സ്വഭാവമായി മാറും. നമ്മളെല്ലാം ദിവ്യഗുണങ്ങളുടെ ആധാരത്തിൽ കാണാനും കേൾക്കാനും പറയാനും പ്രതികരിക്കാനും തുടങ്ങിയാൽ ഈ പ്രപഞ്ചം സ്വർഗ്ഗമായി മാറും. അപ്പോൾ സൃഷ്ടിയിൽ വീണ്ടും സ്വർഗം കൊണ്ടുവരാൻ മാറ്റേണ്ടത് നമ്മൾ ഓരോ മനുഷ്യനെയാണ്. അപ്പോൾ നമ്മൾ മനുഷ്യാത്മാക്കളെ പരിവർത്തനപ്പെടുത്താൻ വേണ്ടി മനുഷ്യാത്മാക്കളുടെ പിതാവായിരിക്കുന്ന പരമാത്മാ ബ്രഹ്മാവിൽ വന്നു. ആദ്യ വിദ്യാർത്ഥിയായി ബ്രഹ്മാവ് മാറി. അതുകൊണ്ടാണ് ബ്രഹ്മാവിൻ്റെ ചിത്രം നിങ്ങൾ നോക്കിയാലും കാണാം. ബ്രഹ്മാവിനെ കാണാം താമരയിലിരിക്കുന്ന, ഒരു കയ്യിൽ വേദങ്ങൾ, മറുകൈയിൽ അനുഗ്രഹസ്ഥായിട്ട്, മറ്റൊന്ന് താമരയായിക്കൊണ്ട്, ഒരു കയ്യിൽ ജപമാല, ഇങ്ങനെ നാൻമുഖനെ കാണിക്കുന്നത് തന്നെ ഈ രീതിയിലാണ്. എല്ലാ ദേവന്മാരെയും കാണിക്കുന്നത് നിത്യ യൗവനത്തിലാണെങ്കിൽ ആകെ ബ്രഹ്മാവിനെ മാത്രം കാണിക്കുന്നത് വൃദ്ധാവസ്ഥയിലാണ്. എന്താണ് ഈ ചിത്രം നമ്മളെ സൂചിപ്പിക്കുന്നത്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴാണോ പ്രപഞ്ചം തമോ സ്റ്റേജിലെത്തുന്നത് അഥവാ വാർദ്ധക്യത്തിലേക്ക് പ്രപഞ്ചം എത്തിച്ചേരുന്നത്, സൃഷ്ടിയിലെ സർവാത്മാക്കളും തമോ പ്രധാന സ്റ്റേജിലേക്ക് എത്തിച്ചേരുന്നത്, വീണ്ടും ഒരു പുനഃസൃഷ്ടി അഥവാ ഇവിടെ വീണ്ടും സൃഷ്ടി നടത്താൻ വേണ്ടി ഭഗവാൻ അവതരിച്ചിരിക്കുന്നു. ഭഗവാൻ അവതരിക്കുന്ന ആ കർത്തവ്യത്തിന് ഭഗവാൻ നിമിത്തമാക്കുന്ന ആ വ്യക്തി ആരാണോ ആ വ്യക്തിക്കാണ് ബ്രഹ്മാവ് എന്ന് ഭഗവാൻ നാമകരണം ചെയ്തിരിക്കുന്നത്. അപ്പം ബ്രഹ്മാവിലൂടെ സൃഷ്ടി, അതിനുവേണ്ടി ഭഗവാൻ ദിവസവും നമുക്ക് ആ മുഖത്തിലൂടെ പഠിപ്പിക്കുന്നു. അപ്പോൾ പഠിപ്പിക്കുന്ന ആ വ്യക്തിയാണ് ഭഗവാന്റെ ആദ്യത്തെ വിദ്യാർത്ഥി. മറ്റെല്ലാ സ്ഥലങ്ങളിലും നമുക്ക് കേട്ടു സമാധാനിച്ചു, ഞാൻ ദിവസം സത്സംഗം കേൾക്കുന്നു, ദിവസം പഠിക്കുന്നു, നമുക്ക് സമാധാനമായി. പക്ഷേ ഈശ്വരീയ വിശ്വവിദ്യാലയത്തിൽ നമുക്ക് പറയുന്ന കാര്യങ്ങളെ അതേപടി നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ ഭഗവാൻ നമ്മളോട് ആവശ്യപ്പെടുന്നു. അതിനുള്ള പരിശ്രമത്തോടുകൂടി ജീവിക്കുന്നവരാണ് എല്ലാ ബ്രഹ്മകുമാരി കുമാരന്മാരും. ആദ്യം അതിനുവേണ്ടി ജീവിതം തന്നെ ചെയ്ത് ഉദാഹരണമൂർത്തിയായി കാണിച്ചു തന്ന ആളാണ് പ്രജാപിത ബ്രഹ്മ. നമ്മളിന്ന് ബ്രഹ്മ ബാബ എന്ന് സ്നേഹത്തോടെ വിളിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതം നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം ജീവിതത്തിൽ എല്ലാ അനുഭവങ്ങളും അനുഭവിച്ച ആളാണ്. 1937 സർവേശ്വരനാകുന്ന പരമാത്മ അന്നത്തെ പ്രസിദ്ധനായിരുന്ന രത്നവ്യാപാരിയും വിഷ്ണു ഭക്തനുമായിരുന്ന ദാദാ ലേഖരാജ് എന്ന ലക്കി ബാബു എന്ന് നാട്ടുകാർ വിളിച്ചിരുന്ന ആ വ്യക്തിയിലാണ് ഭഗവാൻ ആഗതനായത്. ഭഗവാന്റെ ആഗമനത്തോടുകൂടി അദ്ദേഹം തൻ്റെ ജീവിതം ഭഗവാന്റെ ആജ്ഞ എന്താണോ അത് ശിരസാ വഹിക്കാൻ വേണ്ടി സ്വയം സമർപ്പിക്കുകയും ഈശ്വരൻ്റെ കർമ്മങ്ങളെ തൻ്റെ ജീവിതമാക്കിക്കൊണ്ട് പൂർണ്ണമായും ആ കർമ്മം ചെയ്തു കാണിക്കുന്ന ഒരു വ്യക്തിയായിക്കൊണ്ട് അദ്ദേഹം മാറി. തന്നെയും തൻ്റെ കുടുംബത്തിനും തൻ്റെ മക്കളെയും തൻ്റെ പത്നിയെയും തൻ്റെ സമ്പത്തിനെയും തൻ്റെ ബിസിനസ്സിനെയും ഒക്കെ തന്നെ സർവേശ്വരൻ്റെ ആജ്ഞപ്രകാരം സൃഷ്ടിയിലെ ഒരു റോൾ മോഡലാകാൻ ഭഗവാൻ ആവശ്യപ്പെട്ടു. ഓരോ കർമ്മവും തൻ്റെ ജീവിതത്തിൽ കൊണ്ടുവരാൻ ഭഗവാൻ ആവശ്യപ്പെട്ടു. അതിന് റോൾ മോഡലായിക്കൊണ്ട് നമ്മുടെ മുന്നിൽ ഈശ്വരൻ്റെ ആദ്യത്തെ വിദ്യാർത്ഥിയായി മാറി. ആ ബ്രഹ്മാവ് ചിത്രം നോക്കി കാണിക്കുന്നത് പോലെ അതിൽ കാണുന്ന ഓരോ അടയാളങ്ങളും ഓരോ അലങ്കാരങ്ങളും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ട രീതികളാണ് കാണിക്കുന്നത്. ബ്രഹ്മാവിനെ കാണിക്കുന്നത് താമരപ്പൂവിലിരിക്കുന്നതായിട്ടാണ് കാണുക. അതായത് ഈ കലിയുഗത്തിൻ്റെ ഉള്ളിലിരിക്കുമ്പോഴും താമരപ്പൂ പോലെ പരിശുദ്ധമായ ഒരു ജീവിതം നയിക്കാൻ സർവേശ്വരൻ്റെ ആഗമനത്തിലൂടെ ഈശ്വരൻ്റെ ആജ്ഞ അനുസരിച്ച് ജീവിക്കാൻ ആരംഭിച്ചു. ആ ജീവിതത്തിൻ്റെ പൂർണ്ണ അവസ്ഥയിലെത്തി. അതുകൊണ്ടാണ് ബ്രഹ്മാവിനെ എപ്പോഴും താമരയിലിരിക്കുന്നതായിട്ട് കാണിക്കുക. കലിയുഗം ഉപേക്ഷിച്ചു പോകുകയല്ല, കലിയുഗ പരിവർത്തനത്തിന് വേണ്ടി കലിയുഗത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ ജീവിതത്തെ സമ്പൂർണ്ണ പവിത്രമാക്കിക്കൊണ്ട് ജീവിക്കാം. പിന്നെ ബ്രഹ്മാവിൽ കാണിക്കുന്നത് ഒരു കയ്യിൽ താമര, മറുകൈയിൽ സർവ്വവേദങ്ങളും ശാസ്ത്രങ്ങളും. അതായത് സർവേശ്വരൻ ഈ സൃഷ്ടിയുടെ മുഴുവൻ ജ്ഞാനത്തിൻ്റെയും രഹസ്യം ബ്രഹ്മമുഖത്തിലൂടെയാണ് നമുക്ക് പഠിപ്പിച്ചു തന്നത്. അതുകൊണ്ടാണ് ബ്രഹ്മാവിൻ്റെ കയ്യിൽ സർവ്വവേദശാസ്ത്രങ്ങളുടെയും രഹസ്യമുള്ളതായി കാണിക്കുന്നത്. ഇനി മറ്റൊന്ന് കാണിക്കുന്നത് ജപമാലയാണ്. അതായത്
വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുമ്പോൾ മാത്രമാണ് ആ ജ്ഞാനം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റാൻ സാധിക്കുന്നത്. അങ്ങനെ ഭഗവാൻ ബ്രഹ്മാമുഖത്തിലൂടെ നമുക്ക് തന്ന ജ്ഞാനം, ആ ജ്ഞാനപ്രകാരം ജീവിക്കുന്ന ഓരോ വ്യക്തിയും ബ്രഹ്മാവിൻ്റെ പുത്രൻ അഥവാ ബ്രഹ്മാവിൻ്റെ പുത്രി എന്ന രീതിയിൽ ബ്രഹ്മകുമാരൻ ബ്രഹ്മകുമാരി എന്ന് അറിയപ്പെടുന്നു. അപ്പോൾ ബ്രഹ്മാവ് എന്ന് പറയുന്നത് ഈശ്വരീയ വിശ്വവിദ്യാലയത്തിലെ ഒന്നാമത്തെ ഫസ്റ്റ് സ്റ്റുഡൻ്റാണ്, ബെസ്റ്റ് സ്റ്റുഡൻ്റാണ്. അപ്പോൾ നമ്മുടെ ഈ വിദ്യാലയത്തിൻ്റെ ലക്ഷ്യം തന്നെ, ഭഗവാന്റെ ലക്ഷ്യം തന്നെ നമ്മൾ ഓരോരുത്തരെയും നരനിൽ നിന്നും നാരായണനാക്കി ഉയർത്തുക എന്നുള്ളതാണ്. അതുകൊണ്ട് പുരാണങ്ങളിൽ നമ്മൾ ദശാവതാരത്തിൻ്റെ ചിത്രം വരയ്ക്കുമ്പോൾ കാണിക്കാറുണ്ട് ബ്രഹ്മാസു വിഷ്ണു, വിഷ്ണുസു ബ്രഹ്മ. അനന്തശായിയായിരിക്കുന്ന വിഷ്ണുവിൻ്റെ നാഭിയിൽ നിന്ന് വരുന്ന താമരയിലാണ് ബ്രഹ്മാവിനെ കാണിക്കുക. അതായത് ബ്രഹ്മാവ് തന്നെ വിഷ്ണുവാകും, വിഷ്ണു തന്നെ ബ്രഹ്മാവാകും. അപ്പോൾ ഈ വിദ്യാലയത്തിലൂടെ, ഭഗവാൻ സ്ഥാപിച്ചിരിക്കുന്ന ഈ വിദ്യാലയത്തിലൂടെ ഓരോ കുട്ടികളും ഭഗവാൻ പഠിപ്പിക്കുന്ന പഠിപ്പിൻ്റെ ആധാരത്തിൽ സ്വന്തം കർമ്മങ്ങളും സങ്കല്പങ്ങളും പരിശുദ്ധമാക്കുമ്പോൾ 100% പവിത്രമാകുന്ന സങ്കല്പധാരയോടുകൂടി മനുഷ്യൻ മാറുമ്പോൾ അവൻ്റെ ഉള്ളിലെ ദിവ്യഗുണങ്ങളെല്ലാം കർമ്മത്തിൽ വരെയും അവൻ ദേവനായി മാറുകയും ചെയ്യും. ഈ വിദ്യാലയത്തിൻ്റെ ലക്ഷ്യമാണ് വിഷ്ണുവായി മാറുക, വിഷ്ണു അഥവാ നാരായണനായി മാറുക. ഈ വിദ്യാലയത്തിൽ ഒന്നാമത്തെ വിദ്യാർത്ഥിയായിരിക്കുന്ന ബ്രഹ്മാവ് തന്നെയാണ് അടുത്ത ജന്മം വിഷ്ണുവായി മാറുന്നത്. വിഷ്ണുവിലൂടെയാണ് പരിപാലനം നടക്കുന്നത്. എങ്ങനെയാണ് വിഷ്ണുവിലൂടെ പരിപാലിക്കപ്പെടുന്നത് അത് നമ്മൾ അടുത്ത എപ്പിസോഡിൽ കാണുന്നതാണ്. ഓം ശാന്തി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനായി മൊബൈൽ സ്ക്രീനിൽ യൂട്യൂബ് എന്ന ആപ്ലിക്കേഷൻ തുറന്ന് മുകളിൽ സെർച്ച് ബാറിൽ BK സ്പേസ് ഷീജ എന്ന് ടൈപ്പ് ചെയ്യണം. തുടർന്ന് സബ്സ്ക്രൈബ് എന്ന ചുവന്ന നിറത്തിലുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ വലതുവശത്ത് പ്രത്യക്ഷപ്പെടുന്ന ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അതിലൂടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന അതേ സമയം നോട്ടിഫിക്കേഷൻ മൊബൈലിൽ ലഭിക്കാനും വീഡിയോ കാണാനും സാധിക്കുന്നതാണ്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ഓരോരുത്തർക്കും നന്ദി.